പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ. ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പെന്തിക്കോസ്തി നാളിൽ എന്താണ് സംഭവിച്ചത്? അത് പെന്തിക്കോസ്തി സഭയിലെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് ചില ചോദ്യങ്ങളാണ്. അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തി തരട്ടെ, സന്തോഷമുള്ളൂ. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് സുവിശേഷം ഘോഷിക്കും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. എന്തായിരിക്കും അവർ പ്രാർത്ഥിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതല്ലാതെ വേറെ ഒരു പ്രാർത്ഥന അവർക്കറിയില്ല. മനസ്സിലാവുള്ളൂ? അത് പല പ്രാവശ്യം അവർ ചൊല്ലിക്കൊണ്ടിരുന്നു. ഉച്ചത്തിലും മൗനമായിട്ടുമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. അവരിന്ന് സകല വൈകാരിക ശാരീരിക വികാരങ്ങളൊക്കെ ഒഴുകിപ്പോയി. ലൗകിക തെറ്റുകളൊക്കെ അവരുടെ ബോധ മനസ്സിൽ നിന്നും അങ്ങോട്ട് അലിഞ്ഞില്ലാതായി ആത്മീയമായ ഒരു ശക്തി പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ മനസ്സും ഹൃദയവും ശരീരവും ഒക്കെ ഒരുങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് കൂടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന സ്ഥലം മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളൊക്കെ പ്രത്യക്ഷമായി. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ അത് നമുക്കറിയാം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ അന്യഭാഷ എന്താണെന്നുള്ളതാണ് വിഷയം. പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറഞ്ഞു. തീനാമ്പുകളുടെ സാദൃശ്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരിലും പകരും. പഴയ നിയമകാലത്ത് എല്ലാവർക്കും കിട്ടിയില്ല. അന്ത്യകാലം, അവസാന കാലം എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ അവസാനമാണത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരിലും പരിശുദ്ധാത്മാവ് ആവസിച്ചു എന്ന് പറയരുത്. അവിടെയും കൈവെപ്പിൻ്റെ പ്രാധാന്യം എടുത്ത് ചിന്തിക്കണം. കർത്താവ് 11 പേരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്ന നിങ്ങളോട് കൂടെ നിങ്ങൾ കൈവെപ്പ് കൊടുത്ത് മാമോദീസ സ്വീകരിച്ചവരുമായ ദൈവജനത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലും ആവസിച്ചു, ജനത്തിലും ആവസിച്ചു. പാർത്തരും മേദ്യരും ഒക്കെ പല ദേശങ്ങളിൽ നിന്ന് വന്നുകൂടിയവിടെ. യഹൂദന്മാരിങ്ങനെ ചിതറി പോയിരിക്കുകയായിരുന്നല്ലോ. അവരൊക്കെ പെന്തക്കോസ്തി പെരുന്നാളിന് ഒത്തുകൂടിയതാണ്. പലരെയും മുഴക്കം കേട്ടു വന്നു. എന്തൊരു മുഴക്കമാണ്! അവിടെ യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പ്രജകൾ ഇല്ലാന്ന് പറ്റി പറയാൻ പറ്റില്ല. മുഴക്കം കേട്ടെന്ന് വിചാരിച്ചു അവരും വന്നാണ് ചിലത്. അപ്പോൾ ശിഷ്യന്മാർക്ക് കിട്ടിയ പരിശുദ്ധ റൂഹ എന്തിനാണ് കിട്ടിയത്? അവർക്ക് ശക്തി പ്രാപിക്കാനാണ്. ആത്മാവിൽ ശക്തി പ്രാപിച്ച് ദൈവവചനം ഘോഷിക്കാനുള്ള കഴിവും ബുദ്ധിയും സാമർഥ്യവും കൊടുത്തതാണ്. സ്കൂളിൻ്റെ പടിവാതിൽ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ആവർത്തിച്ചാൽ മതി. MTH വേണ്ട, ED വേണ്ട. അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞോളാം.
ഞാൻ MTH വീഡിയോ എടുക്കുന്നവർ മണ്ണന്മാരാണെന്നല്ല പറയുന്നത്. ദൈവകൃപ അവരിൽ വരണം. അപ്പോൾ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത് അവർക്ക് വചനം പ്രഘോഷിക്കാനുള്ള ശക്തി കൊടുക്കുകയാണ്. ആത്മാവിൽ പ്രസംഗിക്കാനുള്ള ശക്തി, തിയോളജിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് അവരത് പ്രസംഗിച്ചു. ആളുകളിൽ പരിശുദ്ധാത്മാവ് വസിച്ചത് എന്തിനാണ്? ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് അവരവരുടെ ഭാഷകളിൽ മനസ്സിലാകാനാണ്. ഇപ്പോൾ പത്രോസാണ് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അവനാണ് ലീഡർ. സ്വാഭാവികമായിട്ടും പിന്നെ എബ്രായ ഭാഷയിൽ സംസാരിച്ച് കാണും, അല്ലെങ്കിൽ അരാമായ എബ്രായ ഭാഷകളിലായിരിക്കും. പക്ഷേ എബ്രായ ഭാഷ അറിയാൻ വയ്യാത്ത ആൾക്ക് അവൻ്റെ ഭാഷയിൽ അവനത് ഗ്രഹിക്കണം. എബ്രായ ഭാഷ അറിയാൻ വയ്യാത്ത ആളുകൾ ചിലപ്പോൾ യവനന്മാരായിരിക്കും, അല്ലെങ്കിൽ ഗ്രീക്കുകാരായിരിക്കാം, അല്ലെങ്കിൽ ലാറ്റിൻകാരായിരിക്കാം, അല്ലെങ്കിൽ മേദ്യ ഭാഷ മേദ്യർക്ക് അവരുടെ ഭാഷയിൽ അത് മനസ്സിലാവണം. അപ്പോൾ ശ്ലീഹന്മാർക്ക് തോന്നിയത് ഇവർ സംസാരിക്കുന്നത് അന്യഭാഷയിലാണ്. നമ്മുടെ ഭാഷ ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റി? അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവർ പറഞ്ഞത് എബ്രായ ഭാഷയിൽ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജനങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി. എ സംസാരിച്ചത് ബിക്ക് മനസ്സിലായി. എ സംസാരിച്ച ഭാഷ എയുടെ ഭാഷയാണ്. ബി അത് കേട്ടത് ബിയുടെ ഭാഷയാണ്. അതാണ് അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയെന്ന് പറയും. അത് വളരെ വ്യക്തമായിട്ടൂടെ പറയുന്നുണ്ട്. അവരിൽ ഓരോരുത്തിൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മറ്റൊരു വ്യാഖ്യാനം വേണ്ടി കൊടുക്കണം. അപ്പോൾ എ അവൻ്റെ ഭാഷയിൽ ബിയോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരുടെ കാര്യം പോട്ടെ, ജനങ്ങൾ അങ്ങോട്ടും കൂടെ തമ്മിൽ എ അവൻ്റെ ഭാഷയിൽ പറഞ്ഞു, ബിക്ക് അവൻ്റെ ഭാഷയിൽ അത് മനസ്സിലായി. അങ്ങനെ അത് വ്യാഖ്യാനിക്കും. എ പറഞ്ഞത് മേദ്യരുടെ ഭാഷയിലാണെങ്കിൽ ബി കേട്ടത് പാർത്ഥ്യരുടെ ഭാഷയിൽ മനസ്സിലായി. അങ്ങനെ അത് വ്യാഖ്യാനിക്കും. അല്ലാതെ ഒരു അർത്ഥവുമില്ലാതെ കലപില പറഞ്ഞു അങ്ങനെ എന്ന് അന്യഭാഷയ്ക്ക് യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, കുഴപ്പമില്ല. ദൈവത്തിന് അറിയാൻ പാടാത്ത ഭാഷയൊന്നുമില്ല. എല്ലാ ഭാഷത്തിൻ്റെ ഉടയവൻ ദൈവമല്ലേ. നമ്മളെ മനസ്സിൽ ഹൃദയത്തിൽ നിറഞ്ഞ കവിന്നാണ് വായു പ്രസാദിക്കുന്നത്. അത് ശരിയാണ്. ഹൃദയത്തിലിപ്പോൾ ഏലക്കാരയുടെ ഭാര്യ ഹന്ന എനിക്കൊരു കൊച്ചിന് വേണമെന്നല്ല പറഞ്ഞാൽ, അല്ലാതെ വേറെ അന്യഭാഷയോട് പറഞ്ഞാൽ എനിക്കൊരു കൊച്ചിന് വേണമെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാവില്ലേ. ഞാൻ അങ്ങനെ വേദനിക്കാണ്. എൻ്റെ കൂട്ടുകാരി അവളെന്നെ കളിയാക്കാണ്. ഏലക്കാരിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നുള്ളൂ. അവളുടെ കൂട്ടുകാരി എന്നെ കളിയാക്കാണ്. അവൾക്ക് കുഞ്ഞുണ്ടായി, എനിക്ക് കുഞ്ഞില്ല. അവളുടെ വിഷമത്തിലത് പറഞ്ഞു. അത് അന്യഭാഷ എന്ന് പറയാനുള്ള, അത് പാസ്റ്റർ അത് അന്യഭാഷയാണെന്ന് പറയാനില്ല. അത്രേ ഉള്ളൂ ഈ അന്യഭാഷ എന്ന് പറഞ്ഞത്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് 2:8 എല്ലാവരും ഗലീലക്കാരല്ലയോ, പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അവൻ പത്രോസ് എബ്രായ ഭാഷയാണ് പറഞ്ഞത്. അവർക്ക് തോന്നിയത് അവരുടെ ഭാഷയിലാണ് അവൻ സംസാരിക്കുന്നതെന്നാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പത്രോസിന് പരിശുദ്ധാത്മാവ് കിട്ടിയത് ശക്തി പ്രാപിച്ച് പറയാനുള്ളൂ. അവരവൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്. കേട്ടവരിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചത് പത്രോസ് പറയുന്ന എബ്രായ ഭാഷ അവർക്ക് മനസ്സിലായത് അവരുടെ സ്വന്തം ഭാഷയിലാണ്. അവർ ജനിച്ച ആ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുകയാണ്. അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്ഥരും മേദ്യരും ഏദോമ്യരും മെസോപ്പൊത്തോമിയയിലും യഹൂദിയിലും അപ്പോദോഖയിലും പെന്തോസിലും ആസിയയിലും ഫ്രൂഗ്യയിലും പമ്പുല്യയിലും മിസ്രൈമിലും
കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായി നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവല്ലോ എന്ന് പറയും. അപ്പോൾ ഈ മാതിരി ആളുകളുടെ ഭാഷയിൽ പത്രോസ് പ്രസംഗിച്ചു എന്നല്ല, പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അവരവരുടെ ഭാഷയിലാണ്, മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി. അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അന്യഭാഷകളിൽ സംസാരിച്ചോ നിങ്ങൾ, അത് വ്യാഖ്യാനിക്കാൻ ഒരാൾ വേണമെന്ന് പരിശുദ്ധ പൗലോസിലെ പറയുന്നത്, അത് പാസ്റ്റർ പറയുന്നു. എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞ് ഞങ്ങൾ യാക്കോബയ സഭക്കാർ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭക്കാരൊക്കെ സുറിയാനി ഉപയോഗിക്കുന്നവരുണ്ട്, ലാറ്റിൻ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അന്യഭാഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ ഭാഷ മാതൃഭാഷ മലയാളമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളവും സുറിയാനി ഉപയോഗിക്കുന്നു. സുറിയാനി ഇപ്പോൾ ഒരു അന്യഭാഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ ശുഭഹോലാവോൽ ഓറോ റോഹോ കാദീശോ പിതാവിന് പുത്രനും പരിശുദ്ധമായ സ്തുതി. ശുഭഹോലാവോൽ ഓറോവൽ റോഹോ ആയോ കാദീശോ പിതാവിന് പുത്രനും ജീവനുള്ള പരിശുദ്ധമായ സ്തുതി. അതറിയാൻ വയ്യാത്തവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ട്. അത്രയുള്ളതിനുണ്ട്. ആ ഭാഷ അറിയാൻ വയ്യാത്തവർക്ക് അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അത്രയും കാര്യം. അന്യഭാഷകളിൽ എപ്പോഴെങ്കിലും അപ്പോസ്തലന്മാർ സംസാരിച്ചതായിട്ട് വേദപുസ്തകത്തിലുണ്ടോ? ഞാൻ കാണുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ തുടരാൻ വേണ്ടി പിന്നെ ശമരിയയിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനാണ്ട് പത്രോസ് യോഹന്നാനും ചെന്നപ്പോൾ അവർ അവിടെയുള്ള ആളുകൾ സ്നാനം ഏറ്റിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനെ കിട്ടിയിരുന്നില്ല. ഈ അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഇത് കണ്ടപ്പോൾ ശീമോൻ എന്ന കുരുട്ടുബുദ്ധിക്കാരൻ അവനത് കിട്ടണമെന്ന് പറഞ്ഞു, പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അവരിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചത് കണ്ടാറേ. അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:14 മുതൽ വായിക്കുമ്പോഴും കാണാം. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നവരെ അവരിൽ ആരുടെ മേലോ ആത്മാവ് വസിച്ചിരുന്നില്ല. പിന്നെ വായിക്കുമ്പോൾ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അവർക്ക് കൊടുത്തു, എനിക്കും ഇങ്ങനെ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കിട്ടത്തക്ക രീതിയിൽ ആക്കി തരണമെന്നൊക്കെ പറഞ്ഞു. അവിടെ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥികൾ അന്യഭാഷ പറഞ്ഞോ? അവിടെ ശീമോൻ എന്താ പറയുന്നത്? ശീമോൻ എന്താ സംഭവിച്ചത്? അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ. കേട്ടാറേ എന്നല്ല, കണ്ടാറേ. അവർ അന്യഭാഷ പറഞ്ഞെങ്കിൽ കേട്ടാറേ, കേട്ടപ്പോൾ എഴുതിയാൽ. ഇവിടെ കണ്ടപ്പോൾ കണ്ടാറേ. എന്താ കണ്ടത്? അവർ പരിശുദ്ധാത്മാവ് ആ ശമര്യരുടെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം മുതലായ അവരിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം എടുത്താൽ മതി. അവരുടെ മുഖത്ത് സന്തോഷം ആര് കണ്ടു? ശീമോൻ കണ്ടു. കൈവയ്ക്കുന്നതിന് മുമ്പുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം ആർക്ക് കിട്ടി? ഈ സ്ഥാനാർത്ഥികൾ കിട്ടി. അതവൻ കണ്ടു. അവരുടെ മുഖത്ത് കളിയാടിയ സന്തോഷവും സമാധാനവും. സന്തോഷം കൊടുത്താൽ മതി, ഇനി സമാധാനം കണ്ടെന്ന് പറയുന്നത്. അത് കണ്ടപ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് ഇവരിൽ വന്നു എന്ന് ശീമോന് മനസ്സിലായത്.
അതാണ് പാസ്റ്റർ എബ്രായർ 1:9 പറയുന്ന ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഈ ആനന്ദ തൈലമാണ് ഈ പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവിൻ്റെ 9 ദാനങ്ങളായ ഗലാത്യർ 5:22 പറയുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ 9 ദാനങ്ങളായാൽ അതിലൊന്നായ സന്തോഷം അവരിൽ പ്രകടമായിട്ട് ശീമോൻ കണ്ടു. അല്ലാണ്ട് അവിടെ അന്യഭാഷയൊന്നും അവർ സംസാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല ശരിയെങ്കിൽ അങ്ങ് വെളിപ്പെടുത്തിയാൽ ഞാനത് സമ്മതിക്കുന്നു. ഇത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.